തങ്കമണി പാണ്ടിപ്പാറയിൽ വൻ അഗ്നിബാധ. സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നയന ഓയിൽ മില്ലിലാണ് തീപിടിച്ചത്. കട്ടപ്പന, ഇടുക്കി ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീയണച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ബിജു വൈശ്യംപറമ്പിൽ ചേരുന്നുണ്ട്. ബിജു, എപ്പോഴാണ് ഇത്തരത്തിലൊരു അഗ്നിബാധയുണ്ടായത്? നാശനഷ്ടങ്ങൾ എപ്രകാരമാണ്? ശിവനെ, തങ്കമണിക്ക് സമീപം പാണ്ടിപ്പാറയിലാണ് ഇന്ന് പുലർച്ചെ വൻ അഗ്നിബാധ ഉണ്ടായത്. പാണ്ടിപ്പാറ സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നയന ഓയിൽ മിൽ എന്ന സ്ഥാപനത്തിലാണ് അഗ്നിബാധ ഉണ്ടായത്. ഇന്ന് പുലർച്ചെ 5:30 തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പള്ളിയിൽ തിരുനാൾ ആഘോഷങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തിരുനാൾ ആരംഭിച്ചത്. ഇന്നാണ് തിരുനാൾ സമാപിക്കുന്നത്. ഈ തിരുനാൾ ആഘോഷങ്ങളൊക്കെ നടക്കുന്നതിനാൽ അവിടെ താൽക്കാലിക കച്ചവടക്കാരും ഒക്കെ വഴിയോരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇവരാണ് ഇന്ന് പുലർച്ചെ 5:30 ഈ ബിൽഡിംഗിൽ നിന്നും പുക ഉയരുന്നതായി കണ്ടത്. ഉടൻ തന്നെ ഇവര് പോലീസിൽ വിവരമറിയിക്കുന്നു. പോലീസ് അപ്പോൾ തന്നെ ഇടുക്കി കട്ടപ്പന ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. അവിടെ നിന്ന് 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പിന്നീട് ഒരു 8 മണിയോടുകൂടി പൂർണ്ണമായും തീ അണയ്ക്കുവാനും സാധിച്ചു. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഹൈറേഞ്ച് മേഖലയിലെ തന്നെ ഏറ്റവും വലിയ വെളിച്ചെണ്ണ ഉൽപാദന കേന്ദ്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാശനഷ്ടങ്ങളുടെ കണക്ക് വലുതാണ്. നമുക്ക് ഇന്നത്തെ ഈ ആദ്യ ബുള്ളറ്റിൽ നമുക്ക് നാശനഷ്ടങ്ങളുടെ ഒരു കണക്ക് പറയുവാൻ കഴിയില്ല. അത്തരം രീതിയിലേക്കുള്ള ഒരു കണക്കെടുപ്പ് നടക്കുന്നതേ ഉള്ളൂ. എന്നാണെങ്കിലും പ്രദേശവാസിയായി സന്തോഷ് ഇരപ്പൂഴിക്കര എന്നയാളുടേതാണ് ഈ സ്ഥാപനം. ഏതാനും വർഷങ്ങൾ മാത്രമേ ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. വളരെ വലിയ രീതിയിൽ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഓയിൽ എന്നതിനാൽ തന്നെ അത് എത്രത്തോളം അത് അഗ്നിബാധയെ തീവ്രതയിലേക്ക് എത്തിക്കുന്നതിന് കഴിഞ്ഞു എന്നുള്ളതാണ്. കൂട്ടിയിട്ടിരിക്കുന്ന കൊപ്ര അടക്കം കത്തി നശിച്ചു. അതുപോലെ സംഭരിച്ചിരുന്ന വെളിച്ചെണ്ണ കത്തി നശിച്ചു. അങ്ങനെ ഇപ്പോൾ നമുക്കറിയാം, കൊപ്രയുടെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ വില എന്ന് പറയുന്നത് വലിയ വിലയാണ്. 400 രൂപ, 350 രൂപ നിലയിലേക്ക് നിൽക്കുമ്പോൾ ഇതൊരു ലക്ഷക്കണക്കിന് രൂപയുടെ അത് അങ്ങനെ പറയേണ്ടി വരും. അത്രമേൽ വലിയൊരു നഷ്ടം തന്നെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ആകാം എന്നാണ് പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തുന്നത്. ശരി.